ലവ്ലി ഷോർട്സിൻ്റെ PSC ആവർത്തന ചോദ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2023 നടന്ന പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന LGS മെയിൻ എക്സാമിനേഷൻ, അതേപോലെ തന്നെ LD ക്ലർക്ക് എക്സാമിനേഷൻ, LP UP എക്സാമിനേഷൻ, ഈ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനമാണ് നൽകുന്നത്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു? ആൻസർ 20%. 20% ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ റിക്കറ്റ്സിയ. റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗാണുവാണ് സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണം. സ്പോട്ടഡ് ഫീവർ, റിക്കറ്റ്സിയ. സ്പോട്ടഡ് ഫീവർ, റിക്കറ്റ്സിയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, മനുഷ്യരിൽ നൈട്രോജനിക വിസർജ്ജ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ആൻസർ സിമ്പിളാണ്, കരൾ. കരളിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. യൂറിയ കരളിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. നൈട്രജൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഇര പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. അപ്പോൾ ആൻസർ നൈട്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നതാണ്? എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഫലമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നതാണ്? ആൻസർ ജലം. ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നതാണ് ഓക്സിജൻ. അതായത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ ജലം വിഘടിക്കുന്നത് ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ ജലമാണ്. നെക്സ്റ്റ് രോഗമാണ്, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. 66 ആൻസർ ടൈഫോയിഡ് ആണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം? കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട്. എറണാകുളത്തെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ. തട്ടേക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ. സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പയറ് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയമാണ് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്.
ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അപ്പോൾ അവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവ. അപ്പോൾ ശരിയായത് 1, 2, 4 ഒന്ന് നോക്കാം. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. 2 ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അതേപോലെ തന്നെ 4 എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അപ്പോൾ ശരിയായവയാണ് 1, ഓപ്ഷൻ ബി ആണ് 1, 2, 4. 1, 2, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ. കലാമിൻ സിങ്ക് ലോഹത്തിൻ്റെ അയിരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായ ജോഡി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ത്രികങ്ങളാണ്. 1. 4 ഡൊബറൈനറാണ് ത്രികങ്ങൾ. ദെൻ അഷ്ടകങ്ങൾ ന്യൂലാൻഡാണ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയഡിക് ടേബിളാണ് മെൻഡലീഫാണ്. അറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കി പീരിയഡ് ടേബിൾ തയ്യാറാക്കിയത് മെൻഡലീഫാണ്. അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കി പീരിയഡിക് ടേബിൾ തയ്യാറാക്കിയത് മോസ്ലി. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി 1, 4. അതായത് ത്രികങ്ങൾ ഡൊബറൈനർ. 2, 3 അഷ്ടകങ്ങൾ ന്യൂലാൻഡാണ്. അറ്റോമിക ഭാരത്തെ അടിസ്ഥാനമാക്കി പീരിയഡിക് ടേബിൾ തയ്യാറാക്കിയത് മെൻഡലീഫാണ്. 3, 1. 4 അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കി പീരിയഡിക് ടേബിൾ തയ്യാറാക്കിയത് മോസ്ലിയാണ്. അറ്റോമിക് നമ്പർ മോസ്ലി, മാസ് നമ്പർ മെൻഡലീഫ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏതാണ് വാതകം? ആൻസർ ഹൈഡ്രജൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാതകം. ഹൈഡ്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. അപ്പോൾ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ആസിഡുകളുടെ ഉപയോഗങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കുക. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണ്. ശരിയായ രീതിയിൽ തന്നെയാണ് ഇവിടെ ജോഡി കൊടുത്തിരിക്കുന്നത്. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ടാനിക് ആസിഡ് മഷി, തുകൽ ഇവിടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം, ഇത് തെറ്റാണ്. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ അസറ്റിക് ആസിഡാണ്. രാസവളങ്ങളുടെ നിർമ്മാണത്തിനല്ല ഉപയോഗിക്കുന്നത്. അസറ്റിക് ആസിഡാണ് ഇവിടെ ആൻസർ. അതായത് തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നതാണ് ഇവിടെ ഓപ്ഷൻ സി അസറ്റിക് ആസിഡ്, രാസവളങ്ങളുടെ നിർമ്മാണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ആൻസർ അൾട്രാസോണിക്. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ്. സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജം. സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര്. ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ്
പ്രകീർണനമാണ് ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അപവർത്തനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ നേർരേഖയിലുണ്ടാകുന്ന ചലനത്തിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. നേർരേഖയിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. പ്രകീർണനം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നതിന് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നു. അപ്പോൾ 78ൻ്റെ ആൻസർ പ്രകീർണനം എന്നാണ്. ഓപ്ഷൻ ബി ആണ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് പാസ്കൽ ആണ്. അല്ലാത്തത് സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റൊക്കെ ഊഷ്മാവിൻ്റെ വ്യത്യസ്ത യൂണിറ്റുകളാണ്. പാസ്കലാണ് ഇവിടെ ആൻസർ. ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത്.